ശാന്തി. പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല എങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ മനസ്സിൻ്റെ മേലെ പൂർണ്ണമായ നിയന്ത്രണം നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ഒരുപോലെ നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു ഈസി മെത്തേഡാണ് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഏത് സങ്കല്പത്തിൽ ഉറങ്ങുന്നുണ്ടോ, ഏത് കാര്യത്തെ വിഷ്വലൈസ് ചെയ്ത് ഉറങ്ങുന്നുണ്ടോ ആ സമയത്ത് ഉപബോധ മനസ്സ് ആ കാര്യത്തെക്കുറിച്ച് പലവട്ടം ചിന്തിക്കുകയും അതിനനുബന്ധമായിട്ട് ഈ ജന്മത്തിലല്ല മുജ്ജന്മത്തിലെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പോസിറ്റീവ് എനർജീനെ വീണ്ടും ഉണർത്തിയെടുക്കുകയും രാവിലെ ഉണർന്നതിനേക്കാൾ മുന്നേ ഒരു എനർജറ്റിക് ആയിട്ട് പേഴ്സണായിട്ട് നിങ്ങളെ മാറ്റുകയും ചെയ്യും. പക്ഷേ ഇന്നത്തെ ലോകത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ സ്വഭാവം നമ്മൾ ലാസ്റ്റ് മെസ്സേജ് നോക്കി വാട്സപ്പിൽ എന്താ മെസ്സേജ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ എന്താ ഉള്ളത്, ഇതൊക്കെ ഒന്ന് നോക്കി അതിന് റിപ്ലൈ ചെയ്യണമെങ്കിൽ റിപ്ലൈ ചെയ്തു, കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു, ഇനി ഞാൻ ഉറങ്ങട്ടെ, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഉറങ്ങുന്ന ഒരു സിസ്റ്റമാണ്. ഇത് തന്നെയാണ് നമ്മുടെ മൈൻഡ് പവറിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിൻ്റെ നമ്പർ 1 ശത്രുവായിരിക്കുന്നത് ഈ മീഡിയ തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ ലാസ്റ്റ് ഉറങ്ങുമ്പോൾ ഒരിക്കലും മൊബൈലിൽ നോക്കിയിട്ട് എന്തെങ്കിലും പ്രോഗ്രാം കണ്ട് അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിട്ട് നമുക്ക് വന്നതായിട്ടുള്ള വാട്സപ്പിന് റിപ്ലൈ കൊടുത്ത് ഇങ്ങനെ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയുടെയും പുറം ലോകം തലയാൻ വിട്ടിട്ട് ഒരിക്കലും ഉറങ്ങരുത്. അതുകൊണ്ട് രാത്രി ഉറങ്ങണേക്കാൾ മുന്നേ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈശ്വരനൊരു കത്ത് എന്ന പേരിൽ. അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈശ്വരന് കത്ത് എഴുതേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കണം. രാത്രി ഉറങ്ങും മുന്നേ ഒരു ഡയറിയും പെന്നും, ഇനി അതിനു വേണ്ടി ദിവസം മാറ്റി വെക്കണമെന്നില്ല, ഒരു ഡയറിയും പെന്നും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറ്റിയില്ലെങ്കിലും ഉറങ്ങും മുന്നേ നിങ്ങളുടെ മനസ്സിലെ ഡ്രീം എന്താണോ ആ കാര്യത്തെ ഈശ്വരനുമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ദിവസവും സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന്. അങ്ങനെയല്ല, എന്ത് കാര്യമാണോ നമുക്ക് നേടാനുള്ളത് ആ കാര്യത്തെ കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്ത ശേഷം എൻ്റെ പ്രിയപ്പെട്ട ഭഗവാന്, നിങ്ങൾ ആരെ വിശ്വസിക്കുന്നോ അവരുടെ പേര് വിളിച്ചോളൂ, അവരുടെ പേരിൽ എഴുതിയിട്ട് ഞാൻ ഇങ്ങനെയാണ്, ഇന്ന് അതിനു വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്രയും എഫർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ റിയലി ഹാപ്പിയാണ്, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഈ ഡ്രീം എൻ്റെ മനസ്സിലെ സ്വപ്നം നീയുമായി പങ്കുവെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രീം എന്താണോ ആ ഡ്രീമിനെ എത്ര വിശദമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നോ അത്രയും വിശദമായിട്ട് എഴുതിക്കോളൂ. അത് എഴുതി കഴിഞ്ഞ ശേഷം അപ്പോൾ അനുഭവിക്കുന്ന ഒരു ഹാർട്ടിൽ ഒരു ഫുള്ളായിട്ട് നിറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു ഫീലിൽ സന്തോഷത്തോടെ തന്നതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിക്കോളൂ നിങ്ങൾ. അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് അതേ ഫീലിംഗ് എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും വിഷമങ്ങൾ ഓർമ്മിച്ച്, ആരോടെങ്കിലും പറഞ്ഞത് ഓർമ്മിച്ച്, ഉണ്ടായ പ്രശ്നങ്ങളെ ഓർത്ത് ടെൻഷൻ അടിച്ച് ഉറങ്ങാൻ കിടന്ന ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഉറക്കം വരൂ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കിടന്ന് ഞാൻ ഭഗവാന്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയാണ്, ഈശ്വരൻ ഈ കാര്യം നടത്താൻ വേണ്ടി ഫുൾ ബ്ലെസ്സിങ്സ് എനിക്ക് തന്നുകൊണ്ടേ ഇരിക്കുകയാണ്, എനിക്കത് നടന്ന് കിട്ടിക്കഴിഞ്ഞല്ലോ, ഭഗവാനെ ഞാൻ എത്രയാ നിന്നോട് താങ്ക്സ് പറയണ്ടേ, ഇങ്ങനെയൊക്കെ ഈശ്വരനോട് സംസാരിച്ച് ഉറങ്ങി നോക്കിയേ കിടന്ന് അധികം വൈകാതെ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. നമുക്ക് ഉണരുന്ന സമയത്ത് മനസ്സ് പൂർണ്ണമായിട്ട് എനർജറ്റിക് ആയിരിക്കും. മാത്രമല്ല പിറ്റേ ദിവസം ആ കാര്യം ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഊർജ്ജം ഈ ഒരൊറ്റ ലെറ്ററിലൂടെ നിങ്ങൾക്ക് ആർജിക്കാൻ പറ്റും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വിശ്വാസത്തിൻ്റെ വേരുകളെ മുറിച്ചു മാറ്റിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ കീയിലൂടെ നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് രാത്രി ഉറങ്ങും മുന്നേ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കണം. വളരെ സിമ്പിൾ ടെക്നിക്കാണ്. ആ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡ്രീമും നേടാനുള്ളതായിട്ടുള്ള എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യാനും ആ ഡെവലപ്പ് ചെയ്യാനും പറ്റും. നമ്മുടെ ഉള്ളിൽ എത്ര ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടോ അത്രയും വേഗം ഡ്രീം നമ്മളിലേക്ക് ആകർഷിക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.